സൈക്കോളജി പറയുന്നു, ഒരാൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും പെട്ടെന്ന് നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങുകയും ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഒരിക്കലെങ്കിലും ഒരാൾ നിങ്ങളെ അവഗണിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊരു സന്ദേശം അയക്കുകയും അവർ മറുപടി തരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ അവർ നിങ്ങളെ കണ്ടതായി പോലും ഭാവിക്കുന്നില്ല. ഇത് ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായി തോന്നാം. ഒരുപക്ഷേ കുറച്ച് വേദനാജനകവും. എന്നാൽ നിങ്ങളെ ഒഴിവാക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ ഒരു നിഗമനത്തിലെത്തുന്നതിന് മുമ്പ് ഒരല്പനേരം ക്ഷമിക്കൂ. നിങ്ങൾ അറിയേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. അവർ നിങ്ങളെ ഒഴിവാക്കുന്നതിൻ്റെ കാരണം എന്താണെന്നും ഇതിന് നമ്മൾ എന്തു ചെയ്യുമെന്നും നമുക്ക് നോക്കാം. അതിനാൽ നിങ്ങൾ പോകാൻ ചിന്തിക്കുകയാണെങ്കിൽ അത് ചെയ്യരുത്. അവർ ആഗ്രഹിക്കുന്നതും അതാണ്. നിങ്ങൾ ഏറ്റവും മോശം കാര്യം ഊഹിക്കുന്നതിന് മുമ്പ് ഒരു പടി പിന്നോട്ട് പോയി സ്വയം ചോദിക്കുക, അവർ ശരിക്കും നിങ്ങളെ ഒഴിവാക്കുകയാണോ അതോ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണോ എന്ന്. തീരെ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ അധികമായി ചിന്തിക്കാറുണ്ട്. ഒരുപക്ഷേ അവർ തിരക്കിലായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർ അകലം പാലിക്കുന്നു എന്ന് അവർക്ക് പോലും തോന്നുന്നുണ്ടാവില്ല. എന്നാൽ ഇതിലെന്താണ് കാരണമെന്ന് എങ്ങനെ തിരിച്ചറിയാനാകും? വ്യക്തമായ സൂചനകൾക്കായി നോക്കുക. നിങ്ങളുടെ സന്ദേശങ്ങൾ അവഗണിക്കുമ്പോൾ അവർ ഓൺലൈനിൽ സജീവമായിരിക്കുന്നുണ്ടോ? അവർ പെട്ടെന്ന് നിങ്ങളോടൊപ്പമുള്ള കൂടിക്കാഴ്ചകൾ ഒഴിവാക്കുന്നുണ്ടോ? അവർ നിങ്ങളെ കാണുമ്പോൾ കണ്ണിൽ നോക്കാതിരിക്കുകയോ വഴിമാറിപ്പോകുകയോ ചെയ്യുന്നുണ്ടോ? ഈ കാര്യങ്ങൾ തുടർച്ചയായി സംഭവിക്കുകയാണെങ്കിൽ അതെ, അവർ നിങ്ങളെ ഒഴിവാക്കുന്നുണ്ടാകാം. എന്നാൽ ഇവിടെയാണ് പ്രധാന കാര്യം. പെട്ടെന്നുള്ള നിഗമനങ്ങളിൽ എത്തുന്നത് സഹായിക്കില്ല. ഉടൻ പ്രതികരിക്കുന്നതിന് പകരം അവർ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് തുടങ്ങുന്നത് ശാന്തതയോടെ ഇരിക്കുന്നതിൽ നിന്നാണ്. ഒരാൾ നിങ്ങളെ അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന നിരാശ എനിക്ക് മനസ്സിലാകുന്നു. നിങ്ങളുടെ ആദ്യത്തെ പ്രേരണ അവരെ നേരിടാനോ നീണ്ട സന്ദേശങ്ങൾ അയക്കാനോ അല്ലെങ്കിൽ മറുപടി ആവശ്യപ്പെടാനോ ആയിരിക്കാം. എന്നാൽ സത്യമിതാണ്, വികാരങ്ങളോടെ പ്രതികരിക്കുന്നത് അവരെ കൂടുതൽ അകറ്റുകയേ ഉള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാൾ നിങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക തോന്നലുണ്ടായിരിക്കും. ഒരുപക്ഷെ അവർ അസ്വസ്ഥരോ അസുഖകരമായ അവസ്ഥയിലോ അല്ലെങ്കിൽ സംസാരിക്കാൻ താൽപ്പര്യമില്ലാതെയോ ആയിരിക്കാം. നിങ്ങൾ ദേഷ്യത്തോടെയോ നിരാശയോടെയോ പ്രതികരിച്ചാൽ നിങ്ങളെ ഒഴിവാക്കാൻ അവർക്ക് കൂടുതൽ കാരണങ്ങൾ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. പകരം അവർ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി പ്രവർത്തിക്കുക. നിങ്ങൾ ശാന്തമായിരിക്കുക. ഒരു സന്ദേശമയക്കാൻ തിടുക്കം കൂട്ടരുത്. ശ്രദ്ധയ്ക്കായി അവരെ പിന്തുടരരുത്. പകരം ഒരു ദീർഘ ശ്വാസമെടുത്ത് അവരുടെ പെരുമാറ്റം നിരീക്ഷിക്കുക. നിങ്ങളെക്കുറിച്ചല്ല, അവരെക്കുറിച്ചാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. നിങ്ങൾ എത്രത്തോളം ശാന്തനായിരിക്കുന്നുവോ അത്രത്തോളം അധികാരം നിങ്ങൾക്ക് ഈ സാഹചര്യത്തിൽ ഉണ്ടാകും. അവർ അത് ശ്രദ്ധിക്കും. ഇപ്പോൾ ഇത് വിചിത്രമായി നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഒരാൾ നിങ്ങളെ
ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം പിൻവാങ്ങുക എന്നതാണ്. ഓർക്കുക, നിങ്ങളെ അവഗണിക്കുന്നവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ വിപരീതമായി നിങ്ങൾ പ്രവർത്തിക്കുക.